ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് SITയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. DGP സർക്കാരിന് കൈമാറുന്ന റിപ്പോർട്ടിൽ എന്ത് നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നുള്ളതാണ് നിർണായകമായിട്ടുള്ളത്. ഒപ്പം തന്നെ അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിലും ഒരു ആകാംക്ഷ അങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ അതെ തീർച്ചയായും. കാരണം ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം IAS തലത്തിലും IPS തലത്തിലും വ്യാപകമായ ഒരു അഴിച്ചുപണിയാണ് നടത്തിയത് നമുക്കറിയാം. പക്ഷേ അപ്പോൾ IPS തലത്തിൽ ADGPമാർക്കൊക്കെ തന്നെയും പദവി മാറ്റവും അവർക്ക് ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടാകുമ്പോഴും MR അജിത് കുമാറിന്റെ വിഷയത്തിൽ മാത്രമാണ് ഒരു തീരുമാനം സർക്കാർ അന്ന് എടുക്കാതിരുന്നത്. അതേസമയം എക്സൈസ് മന്ത്രിയായിരുന്ന M. ലിജു അധികാരമേറ്റപ്പോൾ തന്നെയും ബെബ്കോയുടെ CMD ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയെ അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിലൊരു തീരുമാനം എടുത്തില്ല. മാത്രവുമല്ല, ഈ ഗൺമാന്മാരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നത് MR അജിത് കുമാറാണ്. കാരണം ആ റിപ്പോർട്ട് അട്ടിമറിക്കാൻ ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താനായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു. അത് MR അജിത് കുമാർ ഇടപെട്ട് തിരുത്തിയെന്ന് പിന്നീട് SIT അന്വേഷിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ മൊഴി നൽകി. ഇതൊക്കെ പുറത്തു വന്ന വാർത്തയാണ്. ആ സമയത്ത് വീണ്ടും പ്രതിക്കൂട്ടിലാവുന്ന MR അജിത് കുമാറാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും MR അജിത് കുമാർ ഭരണമുന്നണിക്ക് ഒരു കണ്ണിലെ കരടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്നൊരു ആവശ്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ ഈ SIT ഇന്നലെ നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തന്നെയാണ്. കാരണം ഇത് അന്വേഷിച്ചത് SP ഷൗക്കത്ത് അലിയാണ്, SITയുടെ സംഘത്തലം. അദ്ദേഹം ആ റിപ്പോർട്ട് DGPക്ക് ഇന്നലെ കൈമാറി, നേരിട്ടെത്തിയാണ് കൈമാറിയത്. ആ റിപ്പോർട്ടിൽ MR അജിത് കുമാർ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ ആരെ അട്ടിമറി ഉണ്ടായി, അട്ടിമറിക്ക് നേതൃത്വം നൽകി ആ ഉന്നത ഉദ്യോഗസ്ഥരായ ആ സമയം ഈ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു MR അജിത് കുമാർ. അദ്ദേഹം നേരിട്ട് ഇടപെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തിരുത്താനായി ആവശ്യപ്പെടുകയും ഗൺമാന്മാരെയൊക്കെ രക്ഷിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഈ കേസ് അട്ടിമറിച്ചു എന്നത് മറ്റൊരു കേസായി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ആ കേസിൽ MR അജിത് കുമാർ പ്രതിക്കൂട്ടിലാകും. അങ്ങനെ റിപ്പോർട്ട് DGPക്ക് കൈമാറും. റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ കൈവശമാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് DGP ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ടിൽ അദ്ദേഹം എന്ത് ശുപാർശയാകും? ഈ MR അജിത് കുമാറിനെതിരെ SIT നൽകിയ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ശുപാർശ സർക്കാരിന് നൽകണം. അതിൽ MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അങ്ങനെയാണ് ശുപാർശ ചെയ്താണ് സർക്കാരിന് നൽകുന്നതെങ്കിൽ ആ സർക്കാർ അതിൽ എന്ത് നിലപാടെടുക്കുമെന്നതൊരു ചോദ്യം തന്നെയാണ്. DGP ഏത് രീതിയിലാകും ശുപാർശ നൽകുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. MR അജിത് കുമാറിന് വലിയ രീതിയിൽ പരിക്കുകളില്ലാത്ത ഒരു നടപടി നൽകണമെന്നാണോ അതോ കടുത്ത നടപടിക്ക് വിധേയമാക്കണമെന്ന രീതിയിലാണോ അദ്ദേഹം ശുപാർശ ചെയ്യുക എന്നതിനെ ആശ്രയിച്ചിരിക്കും സർക്കാരിന്റെ നിലപാട്. ഇനി DGP എന്ത് തന്നെ ശുപാർശ ചെയ്താലും സർക്കാർ ഇതിൽ എന്ത് നിലപാടെടുക്കുന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ തന്നെയും ഈ MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി, അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഒക്കെ തന്നെ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയേറെ അദ്ദേഹത്തിന് എതിരായ പരാമർശങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ SIT നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ കാണുന്നത്. എന്തായാലും സർക്കാരും DGP നൽകുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനം തന്നെയാണ് MR അജിത് കുമാറിനെ സംബന്ധിച്ച്. ശ്രീജ, എല്ലാവരും ഉറ്റുനോക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിയമസഭയിലേക്കും ഒപ്പം തന്നെ അജിത് കുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതിലേക്കും എല്ലാവരും ഉറ്റുനോക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിലിഡ് ഡിസൂസ.